ന്യൂസാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ നെഞ്ച് പൊട്ടുവാണ്. എൻ്റെ കൊച്ചിനെ ഒരു തരത്തിലും അവർ ഡെവലപ്പ് ചെയ്തെടുക്കാനും നോക്കുന്നില്ല. മനസ്സങ്ങ് വിഷമിക്കുക. എനിക്ക് ഒരു ഇതും കിട്ടുന്നില്ലെന്ന്. ഇപ്പൊ ഈ അമ്മേനെ ആണ് ഇപ്പൊ ചിത്ര പറഞ്ഞത്. ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഇവരുടെ വീഡിയോയും ഇവരുടെ ഒരു വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഏറ്റുപിടിച്ച് നിരവധി യൂട്യൂബ് ചാനലുകളും മറ്റും പല രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അമ്മയാണ്. അപ്പൊ ഞാനിവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇവരെ ഒന്ന് കാണണം, എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് അറിയണമെന്നാണ്. അപ്പോൾ നമുക്ക് ആ ഒരു അമ്മയ്ക്ക് കൊടുക്കാം. എനിക്ക് പറയാനുള്ളത്, ഞാൻ ചിത്ര എന്ന വ്യക്തിനെ ഞാൻ കണ്ടത് ആസ് എ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നുള്ള നിലയിലാണ് കണ്ടത്. അപ്പം എൻ്റെ മോൻ ഓട്ടിസമാണ്. അപ്പം ഞാൻ അതുമായിട്ട് കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും വിടണം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് ഞാൻ മുതുക്കാട് സാർ എന്ന വ്യക്തിനെ ഇന്നുവരെ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ ടീച്ചർമാർ ഇത് ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ ചിത്രയുടെ അടുത്തല്ല, എല്ലാ ടീച്ചർമാരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടീനെ ഒന്ന് ശ്രദ്ധിക്കണം, അവൻ ഭയങ്കര ഹൈപ്പറാണെന്നുള്ളത്. അതുപോലെ രണ്ടാമതൊരു കാര്യം, ചിത്ര പറഞ്ഞ ശേഷമല്ല എൻ്റെ കൊച്ചു ഉയർന്നത്. 2022 3 അവാർഡാണ് വാങ്ങിച്ചത്. 3 അവാർഡാണ് വാങ്ങിച്ചത്. ഒന്ന് സയൻറ്റിഫിക് റിസർച്ച് സെൻറ്ററിൽ വാങ്ങിച്ചു, പിന്നെ ആയുർവേദ കോളേജിൽ വാങ്ങിച്ചു, പിന്നെ വേറൊരു സ്കൂളിലും വാങ്ങിച്ചു. അങ്ങനെ ചെയ്തു. ഇപ്പം ചിത്ര പറഞ്ഞ ശേഷമാണ് എൻ്റെ കൊച്ചു ഉയർന്നത്. അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. പിന്നെ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നും പറഞ്ഞ് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരു വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ചെന്താണെന്നറിയാമോ, കുട്ടീനെ മുതുക്കാടിന് വിറ്റോന്ന്. ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് ഞാൻ കണ്ടിടത്തോളം കാലം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് നോളജബിൾ പേഴ്സൺസ് ആയിരിക്കും. ഇത് ഒരു നോളജ് ഇല്ലാത്ത കുറേ വ്യക്തികളാണ്. അതും അനാവശ്യം ഇല്ലാത്ത വർത്തമാനമാണ് പറയുന്നത്. പിന്നെ ഞാൻ കുറേ മെസ്സേജ് അടിച്ചു. അതിനുശേഷം എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞു ഇതിന് തിരിച്ച് മറുപടി പറയണ്ടെന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഇവരോട് ജയിക്കാൻ പറ്റത്തില്ല. ഈ കേരളത്തിലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഇത്രയും എന്താ പറയുന്നത് സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. അതുപോലെ ഇവിടുന്ന് ഒരു 4 അമ്മമാർ പോയത്, അതിൽ ഒരു വ്യക്തി പറയുന്ന അവരുടെ മുടിയിൽ പിടിച്ച് വലിച്ചു ഒരു കുട്ടി. ഇത് സ്പെഷ്യൽ സ്കൂളാണ്, സ്പെഷ്യൽ പിള്ളേരുള്ളതാണ്. ഏതൊരു കുട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. എൻ്റെ കുട്ടി ഒരു കുട്ടീനെ എത്ര കാലമാണെന്നറിയാം മുടി പിടിച്ച് വലിച്ചത്, എത്ര കാലമാണെന്നറിയാം. ആ അമ്മ വന്ന് എൻ്റെ അടുത്ത് കരഞ്ഞു പറയും, എനിക്കത് കണ്ടു നിൽക്കാനേ പറ്റത്തുള്ളൂ. ആ കുട്ടി ഇവനെ ഒരു അസുഖമുള്ളെന്ന് പറഞ്ഞാൽ മുടി പിടിച്ച് വലിക്കുക, പടം പൊട്ടിക്കുക. പടം പൊട്ടിക്കുന്നു. ഇപ്പൊ പടം പൊട്ടിക്കൽ നിന്നു. ഞാനിപ്പോ ഈ പടം പൊട്ടിക്കൽ ഇപ്പം നിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് പോയാൽ പറയും ഞാൻ കാരണമാണ് പടം പൊട്ടിക്കൽ നിന്നത്. ഇപ്പൊ ചിത്രയുടെ ഒരു വിചാരം എന്തെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് പ്രതികരിച്ചത് കൊണ്ടാണ് ഇതെല്ലാം ഇവിടെ ഭയങ്കര ഇതായി. എന്ത് പറഞ്ഞാലും ശരി തന്നെ ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയാ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു ഇതും സംഭവിക്കുന്നില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണം, അപ്പൊ അതായത് നിങ്ങളുടെ ഫോട്ടോ അടക്കം, അതായത് ലെറ്റ്സ് ടോക്ക് മലയാളം എന്ന് പറഞ്ഞ ഒരു ചാനലിൽ വന്ന വീഡിയോയും അതിൽ നിങ്ങളുടെ ഫോട്ടോയും വെച്ച് പ്ലസ് ഒരു വോയിസ് ക്ലിപ്പും വെച്ചിട്ടാണ് ചെയ്തത്. അതെനിക്ക് പറയാനുള്ളത്, എൻ്റെ അനുവാദം ഇല്ലാതാണ് എൻ്റെ വോയിസ് ഇട്ടിരിക്കുന്നത്. എൻ്റെ അനുവാദം ഇല്ലാതെ ഒരു എഡ്യൂക്കേറ്റഡ് ലേഡി USA ഇരുന്നുകൊണ്ട് ഇത് നല്ല ഭാഷയിൽ എനിക്ക് പറയാൻ അറിയാം, പക്ഷെ ഞാൻ ഒരു യൂട്യൂബറിൻ്റെ ഇതിൽ എനിക്ക് പറയാൻ ഇത് വരുന്നില്ല. ഒരു എഡ്യൂക്കേറ്റഡ് ലേഡി ആണെങ്കിൽ ഇങ്ങനെ പഴയ വോയിസ് ഇടത്തില്ല, അതങ്ങ് തരം താന്നുപോയി. അത്ര എനിക്ക് പറയാനുള്ളൂ. അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ, അതായത് 2023 ഞാൻ പറയട്ടെ, നമ്മൾ ഒരു അമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളുടെ അതുമല്ല, അവർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ USA ഇത് ചെയ്യുന്നു. അപ്പം ഗ്രാജുവലി അത് ചെയ്യും, എന്താണെങ്കിലും ചോദിക്കും. ഞാൻ എപ്പോഴും ചോദിക്കുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് വരാനുള്ള ഒരു അവസരം ഉണ്ടോ, എനിക്ക് എൻ്റെ കൊച്ചിനെയും കൊണ്ട് പോകാനുള്ള ഒരു അവസരം ഉണ്ടോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ചിത്രയുടെ അടുത്ത്. ഞാൻ ചിത്രേനെയും ചിത്രേൻ്റെ അനുയായികളെയും വളരെ പുച്ഛമായിട്ടാണ് തള്ളുന്നത്. വളരെ ഞാൻ 19 വർഷം വെളിയിലിരുന്നത്. എനിക്കിപ്പോൾ ഇത് പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയാം. ഞാൻ ഇതിനെക്കാട്ടിലും അങ്ങേറ്റ ലെവലിലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്. അവരൊന്നും ഇതുപോലല്ല. നമുക്ക് പറഞ്ഞു തരിക ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും പറഞ്ഞു തരിക ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഞാൻ ആ ചിത്രേനെ എൻ്റെ തെറാപ്പിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ബാംഗ്ലൂരിലാണ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അറിയോ,
ഞാൻ മെസ്സേജ് ഇട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ട് ഇതുമാതിരി എനിക്ക് പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഞാൻ മാന്യതയുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. അത്രയ്ക്ക് തരം താന്നാണ് ചിത്ര ഇതിട്ടത്. വെറും തരം താന്ന്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അല്ല. അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. ഇത് ഇടുകയും കൂടെ വേണം, അത്രേ എനിക്കറിയുള്ളൂ. ഓക്കെ.